ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല അടിപൊളിയായിട്ട് ഒരു പാവയ്ക്ക ഇഞ്ചിപ്പുളിയാണ് നമ്മളിത് ചെയ്യുന്നത്. നല്ല ടേസ്റ്റോട് കൂടി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ ഇഷ്ടം പോലെ പാവയ്ക്ക ഇപ്പോൾ എല്ലായിടത്തും കിട്ടും. അതായത് 100 രൂപയ്ക്ക് 2 കിലോ എന്നൊക്കെ പറഞ്ഞ് വണ്ടിക്കാർ ഇഷ്ടം പോലെ വിളിച്ച് വിൽക്കുന്നുണ്ട്. അപ്പം ഞെടിക്ക് പോകുന്നത് എന്നാൽ ഇന്ന് നല്ലൊരു ടേസ്റ്റിൽ ഈ ഒരു നാടൻ കറി ചെയ്യാവുന്നു. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നമുക്കൊരു ഗിഫ്റ്റ് കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു. അമേരിക്കയിലുള്ള ഒരു മലയാളിയാണ്, നമ്മുടെ സുഹൃത്താണ്. വർഷങ്ങളായിട്ട് നമ്മുടെ ചാനൽ കാണുകയും സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അത് എന്താണെന്നുള്ളത് നമുക്ക് കറി വെച്ചതിന് ശേഷം നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷയുണ്ട്, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം അല്ലേ. ആദ്യമേ കറി നടക്കട്ടെ. അടുപ്പ് വെച്ച ശേഷം ഞാൻ ഇതുപോലെ ഒരു ചെറിയ കടായിയാണ് വെക്കുന്നത്. നമ്മുടെ മൺചട്ടി ആണെങ്കിൽ മൺചട്ടിക്കകത്തും റെഡിയാക്കാവുന്നതാണ്. മീഡിയം രീതിയിലുള്ള 2 പാവയ്ക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറിയ കഷ്ണമായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്കിഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കടായി ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുകൊന്ന് ഇട്ട് കൊടുക്കുക. കിടന്നോട്ടെ. ആ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു 5-8 10 ചെറിയ ഉള്ളി 2ആയിട്ടൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അതും അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കാര്യം പാവയ്ക്ക എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് നമുക്കിതൊക്കെ ചേർക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുണ്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 3 വറ്റൽമുളക്, അല്പം കറിവേപ്പില അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ കിടക്കട്ടെ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ മൂപ്പിച്ചെടുക്കണം. അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമായത് ഈ പാവയ്ക്ക ഇഞ്ചിപ്പുളി. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. ഇപ്പോൾ ചോറിന് വേണമെങ്കിൽ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് കൂട്ടി തന്നെ കഴിക്കാം. അത്ര ടേസ്റ്റായി. പിന്നെ വേറെ ആരുടെ ഈ പാവയ്ക്ക ഇഷ്ടപ്പെടുന്നവരാ. ഇതിനൊരു കയ്പുള്ളതുകൊണ്ട് ചിലപ്പം ചില ആൾക്കാർക്കല്ല പിള്ളേർക്കൊന്നും അത്ര താല്പര്യം പോരായി, കയ്പുള്ളുണ്ട്. പക്ഷേ ആ കയ്പ് തന്നെയാണ് ഈ പാവയ്ക്കയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം. അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എല്ലാം ഒന്ന് ചുമന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ചെറിയ തീ. ഇത് മൂത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാനൊരു 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി. അടുത്തതായിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ ഞാൻ ഇടുകയാണ്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ. ഇതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറണം. ഇളക്കി പൊടികളുടെ എല്ലാം ഒരു പച്ചച്ചുവ മാറിയ ശേഷം അടുത്ത നമുക്ക് ചേർക്കാൻ പോകുന്നത് പുളിവെള്ളമാണ് ചേർക്കേണ്ടത്. ഇതിപ്പോൾ 2 ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ശരിയാക്കി വെച്ചിരിക്കുന്ന ഒഴിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ കൂടി ഒരു സമ്മിശ്രമായ ടേസ്റ്റാണ് ഈ ഒരു ഐറ്റത്തിൽ. അപ്പോൾ അതനുസരിച്ച് വേണം പുളിവെള്ളമൊക്കെ ഒഴിക്കുക. ഈ പുളിവെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും ഈ പാവയ്ക്ക് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പൊടികളൊക്കെ ചേർത്ത് ആ പച്ചച്ചവ് മാറിയ ശേഷം ആ പൊടിക്കകത്തിട്ടാണേലും ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. കാര്യം ഈ പാവയ്ക്ക ഒന്ന് വേകണം, ഒരുപാട് വേണ്ട. ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടുപ്പത്തിരിക്കട്ടെ. അപ്പം നമ്മുടെ പാവയ്ക്ക ഇഞ്ചിപ്പുളി ഒരു 2 മിനിറ്റോളം ചെറിയ തീ വെച്ചിരിക്കുകയായിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറക്കുകയാണ്. ഇതുകൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഒരു 3/4 കപ്പ് ശർക്കര പാനിയാക്കി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു 1/2 കപ്പേ ഒഴിക്കുന്നുള്ളൂ. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. കുറച്ച് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത് വിട്ടിരിക്കട്ടെ, വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിന് മധുരവും പുളിയും ഒക്കെ നമ്മുടെ ഒരു പാകമുണ്ട്. ആ പാകത്തിന് വേണം ഇതൊക്കെ ചേർക്കാനായിട്ട്. ഇപ്പോൾ ശർക്കരപ്പാനി ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് കുറുകി വരണം. ഒന്നുകൂടെ മൂടി വെക്കുകയാണ്. ചെറിയ തീ തന്നെ ഇരിക്കട്ടെ, നല്ലപോലെ ഒന്ന് കുറുകി വരണം. പാവയ്ക്ക ഇഞ്ചിപ്പുളി ഒക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തുറന്ന് നോക്കാം. ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാവയ്ക്കായി എല്ലാം വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിൽ തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിലൊക്കെ ഒരു പക്ഷേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ വേണം ചെയ്യാൻ. നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ്. ഇതൊന്നൊരല്പം എടുത്ത് നോക്കുക. നോക്കിയിട്ട് എന്തായാലും പോരാഴിക്കുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. ഒരല്പം എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല കേട്ടോ, ഒന്നും ചെയ്യാനില്ല. കാര്യം ഇത് എൻ്റെ പാകത്തിന് ഉപ്പും എരിവും പുളിയും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ. ഇനി ഇതങ്ങ് നിർത്തുകയാണ്. നമുക്കറിയാമല്ലോ പാവയ്ക്കാന്ന് പറഞ്ഞ സാധനത്തിന് കയ്പ്പാന്ന്. പക്ഷേ ആ കയ്പ്പൊന്നും ഇതിനകത്ത് വലുതായിട്ട് അറിയത്തൊന്നുമില്ല കേട്ടോ. കാര്യം മധുരമൊക്കെ പുളിയുള്ളതുകൊണ്ട് ആ കയ്പ്പ് താന്നു പോയി. നല്ല ടേസ്റ്റിൽ തന്നെ നല്ല അടിപൊളി ഒരു കറിയായിരുന്നു. ഇതൊന്ന് താത്ത് വെക്കുകയാണ്. ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എരിവ് പുളിയെ മധുരം ഉപ്പ് ഇങ്ങനെ ഒരു കോമ്പിനേഷനായി. അപ്പോൾ ഇതേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ വേറെ കാര്യമുണ്ട്, നമുക്കിത് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 ദിവസത്തേക്ക് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കൊക്കെ ആയിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്ന പോലെ അല്ലായിരിക്കും വേറെ പല സ്ഥലത്തുമൊക്കെ ചെയ്യുന്നത്. പക്ഷേ എങ്ങനെ ഏതായാലും സംഭവം അടിപൊളിയായത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് വരിക. ഇനി നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതുപോലുള്ള ഗിഫ്റ്റൊക്കെ തരുന്നത് തീർച്ചയായിട്ടും നമ്മളുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ തരുന്നതാണ് അല്ലേ. അപ്പം തീർച്ചയായിട്ടും ഇത് എന്താണ് തരുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ല. എന്ത് വന്നാലും നമ്മളത് സ്വീകരിക്കുക എന്നുള്ള. പിന്നെ ഇത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് എന്ത് കിട്ടിയാലും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അതും ഒരു സന്തോഷമുള്ള കാര്യത്തിൽ അല്ലേ. നിങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് എനിക്കുമുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. കാര്യം ഇതിനു മുമ്പ് നമുക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാത്തിരിക്കുന്ന സൂത്രങ്ങൾ അല്ലേ. എന്ത് സമ്മാനം കിട്ടുമ്പോൾ ആ സമ്മാന പൊതി അടിക്കുമ്പോഴേ നമ്മൾ ചിലപ്പോൾ ചില സ്കൂൾ കുട്ടികളെ പോലാണ് അല്ലേ. സത്യമുള്ള ഒരു കാര്യമില്ല. കാര്യം അത്ര സന്തോഷമാണ്, കാണാനുള്ള ആകാംക്ഷ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ആഹാ, ഇത് മിക്സിയാ. എന്നാലും ശരി, അടിപൊളി ഒരു മിക്സിയാന്ന് തോന്നുന്നു കേട്ടോ. മിക്സി ഇത് അതിൽ ജാറുമായി. ജാറ് 1 2 3 ജാറും ഒരു മിക്സി. ഓക്കെ, കൊള്ളാം, അടിപൊളി മിക്സി കിട്ടി. ഇനി നമുക്ക് ഇതുകൂടെ ഒന്ന് തുറന്ന് നോക്കാം. ഹായ്, അടിപൊളി അടിപൊളി സൂപ്പർ. ഒരു ഗ്യാസ് അടുപ്പാണ്. ആ, 3 അടുപ്പിൻ്റെ ഒരു ഗ്യാസ് അടുപ്പ്. നല്ലൊരു അടുപ്പ് കിട്ടിയിട്ടുണ്ട്. ചെറിയ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു അടുപ്പാണ്. കാരണം നമുക്കറിയാമല്ലോ, ഈ അടുപ്പിൻ്റെയൊക്കെ മുകളിൽ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ട്. അത് ഞാൻ എവിടെ നോക്കുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട്. നമുക്ക് എടുക്കാൻ കത്തിക്കാൻ നേരം അതെടുക്കാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പം നല്ലൊരു മിക്സിയും കിട്ടി, ഒരടുപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇത് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ നിങ്ങളുടെ മുന്നിൽ ഇതൊക്കെ ഒന്ന് കാണിക്കണം. എന്നാലേ എനിക്കതൊരു സമാധാനം സംതൃപ്തിയാകത്തുള്ളൂ. നിങ്ങളത് കണ്ടെങ്കിലേ എനിക്കത് സന്തോഷമാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ ഇതൊക്കെ ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ പലരും എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്, ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാ ഗിഫ്റ്റിനും ഞാൻ നന്ദി പറയുകയാണ്. അത് നന്ദിയോട് കൂടി തന്നെ നമ്മൾ ഈ ഗിഫ്റ്റ് സ്വീകരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബായ്.